ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, എന്താ വേണ്ടെന്ന് ആലോചിക്ക്. കല്യാണം നടത്തണോ അതോ അല്പം വിഷം വാങ്ങിച്ച് നമ്മള് കൂട്ടത്തോടെ ചാവണോന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആലോചിക്ക്. ഇവരുടെ കാര്യം ഇനി അങ്ങനെ വച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ. ശിവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയാൽ ഉടനെ കല്യാണം. ഡെയ്സി ഇപ്പൊ അവന്റെ കൂടെ ഉണ്ടായാൽ അവൻ അതൊരു വലിയ ആശ്വാസമായിരിക്കും. ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല. ഒന്നുമില്ലേലും ചങ്കും കരളും പോലെ കഴിഞ്ഞിരുന്നവരല്ലേ നമ്മൾ രണ്ടുപേരും. ഒരിക്കൽ കൂടി ആ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കുകയും ചെയ്യാം. പഴയതുപോലെ എന്താടോ എന്ന് സ്വാതന്ത്ര്യത്തോടെ തോളിൽ തട്ടി സംസാരിക്കുകയും ചെയ്യാം. അതെ, പഴയ ബന്ധം തുടരാൻ ഞാൻ എന്നും റെഡിയാ. കാരണം അന്നും ഞാനായിട്ട് വഴക്കുണ്ടാക്കി മാറിയതല്ലോ. ആ ഗൗരീശ, ശരി ശരി, ഞാൻ ദാ എത്തി. ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്, വൈകിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ പറഞ്ഞ പോലെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ആയിക്കോട്ടെ. വരട്ടെ മോളെ. നിനക്ക് കൂടി സമ്മതമാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇതിന് ഇത്രയും താല്പര്യം കൊടുക്കുന്നത്. വണ്ടി എടുക്കടാ. അച്ഛാ, എന്താ മോളെ, സന്തോഷമായില്ലേ? എനിക്ക് സന്തോഷായി. പക്ഷെ ശിവന് സന്തോഷമായോന്ന് അച്ഛൻ തിരക്കായിരുന്നോ? മോളെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ വീട്ടുകാരുമായിട്ട് യോജിച്ചുകൊണ്ട് ഒരു കല്യാണത്തിന് തയ്യാറല്ലെന്നാ അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്നെ മാത്രം മതി. ഇവിടെയുള്ളവരെല്ലാം അവന്റെ ശത്രുക്കളാന്നാ പറയുന്നത്. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. കല്യാണം കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറില്ലേ? അവൻ പറഞ്ഞത് ഓർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. പോരെ? എന്റെ ശത്രു, എന്റെ പതനം കാണാൻ നടക്കുന്നവൻ, അവനിന്ന് ബന്ധം ഉറപ്പിക്കാനായിട്ട് എന്റെ കുടുംബത്ത് വന്ന് കയറി. എന്തുകൊണ്ട്? നിന്റെയൊക്കെ കഴിവുകേട് കൊണ്ട്. നീയൊക്കെ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ആരെയൊക്കെ കൊല്ലാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന്. എന്നിട്ട് എവിടെടാ? നിന്നെ കുറിച്ച് കേട്ടതൊക്കെ വലിയ വലിയ കഥകളായിരുന്നു. അപ്പൊ ഞാൻ കരുതി നീ ഇവിടെ വന്നു കഴിഞ്ഞാ ഇതെല്ലാം കൂടെ എടുത്തിട്ടങ്ങ് മറിക്കുമെന്ന്. വെറുതെ നീ കിടന്ന് മറിഞ്ഞതല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. നീ മിണ്ടരുത്, മിണ്ടരുത്. പെൺപുലികളെ ഇറക്കിയെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ നീ. പിന്നീട് എന്നിട്ട് എന്ത് സംഭവിച്ചു? എടാ ശിവന്റെ ഒരു രോമത്തിൽ തൊടാൻ നിനക്കൊക്കെ പറ്റിയോടാ? അപ്പൊ നീയൊക്കെ ഇറക്കിയത് പുലികളെ അല്ലായിരുന്നു, പൂച്ചകളെ ആയിരുന്നു അല്ലേടാ? കഷ്ടം. എടാ, നീയൊക്കെ അവനെ കൊല്ലാൻ പ്ലാൻ ഇട്ടപ്പോ അവൻ നിന്നെയൊക്കെ ജീവനോടെ കുഴിച്ചു മൂടാനുള്ള കുഴി വെട്ടിയിരിക്കുക. അതാടാ ശിവൻ. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് തല, ഇത് തല, മറ്റേത് വാല്.
ഈ തലയും വാലും ഒന്നിച്ചു നിന്നാലേ തല കുനിക്കാൻ പറ്റാതാകുന്നതേ നമ്മള് പ്ലാമൂട്ടുകാർക്കാ. ഇതിപ്പോ നമ്മുടെ പദ്ധതികളൊക്കെ പാളിയ സ്ഥിതിക്ക് അവൻ വന്നേ നമ്മുടെ ഡെയ്സിയെ കെട്ടിക്കൊണ്ടുപോകും. പിന്നെ പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോടാ? എടാ, എന്താ വേണ്ടതെന്ന് ആലോചിക്ക്. കല്യാണം നടത്തണോ അതോ അല്പം വിഷം വാങ്ങിച്ച് നമ്മള് കൂട്ടത്തോടെ ചാവണോന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആലോചിക്ക്. പിന്നെ എന്തിനും ഞാനും എന്റെ ഭാര്യയെ റെഡിയാ. ശിവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയാൽ ഉടനെ കല്യാണം. ഡെയ്സി ഇപ്പൊ അവന്റെ കൂടെ ഉണ്ടായാൽ അവൻ അതൊരു വലിയ ആശ്വാസമായിരിക്കും. കാണുന്നില്ലല്ലോ കുമാരേട്ടാ. ഇപ്പൊ വരും. കളക്ടറല്ലേ, നമുക്കങ്ങനെ തിരക്ക് പിടിക്കാൻ പറ്റുമോ? കളക്ടർ ശാലിനി की जय। കളക്ടർ ശാലിനി की ജയ്. 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 എന്താ കുമാരേട്ടാ ഇങ്ങനൊരു സ്വീകരണമൊക്കെ? നമ്മുടെ ഒരു സന്തോഷമാണ് മാഡം. പരുത്തിക്കുന്ന് കോളനി സാധാരണക്കാർക്ക് വേണ്ടി സമ്പന്നന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി തന്നതിന് ഈ എളിയ മനുഷ്യരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സ്വീകരണം. കുറെ നാളുകൾക്ക് ശേഷമാണ് അത്താഴ ഭക്ഷണിക്കാർക്ക് വേണ്ടിയും മുണ്ട് മുറുക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഫയലുകൾ നീങ്ങി തുടങ്ങിയത്. അതിന് വഴിയൊരുക്കിയത് മാഡമാണ്. ഈ ആദരവ് മാഡം അർഹിക്കുന്നത് തന്നെയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി എവിടെയും മുറവിളി കൂട്ടിയിരുന്നത് പാവപ്പെട്ടവന്റെ ശബ്ദത്തിലായിരുന്നുവെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നത് എന്നും തലപ്പത്തിരിക്കുന്നവർക്കായിരുന്നു. അധികാര കസേലിരിക്കുന്നവർ അവർക്ക് ഒത്താശ ചെയ്യുമ്പോൾ അതങ്ങനെയല്ലേ വരൂ. അത്തരം ആൾക്കാർക്കൊരു ഗുണപാഠമാവട്ടെ മാഡത്തിന്റെ ഈ സൽപ്രവർത്തികൾ. വളരെ നന്ദിയുണ്ട് നിങ്ങളുടെ ഈ സ്നേഹപ്രകടനത്തിന്. പിന്നെ ഞാൻ ചെയ്തത് അതെന്റെ ജോലിയാ. അതിനിയും ഇതിലും ശക്തിയായി തന്നെ എന്തൊക്കെ എതിർപ്പ് വന്നാലും തുടരുക തന്നെ ചെയ്യും. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതിയില്ലെന്നാണല്ലോ പറയുന്നത്. രാജാവ് നല്ലതാണെങ്കിൽ പ്രശ്നപരിഹാരം തേടി ആള് കൂടുമെന്ന് പറയുന്നത് പോലെയാണ് ഞാനിപ്പോ മാഡത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അനുമോദത്തിനൊപ്പം ഒരു നിവേദനം കൂടിയുണ്ട്. ഇതാ.